നമ്മുടെ ജീവിതത്തിന് ആധാരവും അടിസ്ഥാനവുമായി നമ്മൾ വിശ്വസിച്ചു പോരുന്ന നമ്മുടെ ബൈബിൾ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഒരു യാത്ര. ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ മനുഷ്യൻ ആദാമിൽ തുടങ്ങി ദൈവീക കഥകളെയും പഴയ നിയമ കഥാപാത്രങ്ങളെയും കോർത്തിണക്കി നമ്മൾ അടുത്തറിയുന്ന നമ്മുടെ രക്ഷിതാവിന്റെ ജീവിതം. ക്രിസ്തുവിന്റെ ജനനം മുതൽ അന്ത്യ അത്താഴം വരെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എന്നും മാറോട് ചേർത്തു പിടിക്കുന്ന നമ്മുടെ ബൈബിൾ കഥകളിലൂടെ ഒരു ദൃശ്യ ആവിഷ്കാരം ഈ ക്രിസ്മസ് കാലത്ത് ആദരവോടുകൂടി സമർപ്പിക്കട്ടെ. യഹോവയായ ദൈവം ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് ആദം എന്ന് പേരിട്ടു. പിന്നെ ആദമിന്റെ ഭാര്യയും കൂട്ടുകാരിയുമായി ഹവ്വയെ സൃഷ്ടിച്ചു. ആദമും ഹവ്വയും പാപം ചെയ്തതുകൊണ്ട് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആദമിനും ഹവ്വയ്ക്കും 2 കുട്ടികൾ ഉണ്ടായി, കായീനും ആബേലും. അവർ വളർന്നു. കായീൻ കൃഷിക്കാരനും ആബേൽ ആട്ടിടയനുമായി തീർന്നു. ദൈവം കായീന്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. അവന്റെ മുഖം വാടി. കായീന് ഏറ്റവും കോപമുണ്ടായി. എന്നാറേ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട് വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഹാബേലിനെ കയർത്ത് കൊന്നു. ഉണ്ടാകുന്നു വേദപുസ്തകത്തിലെ ആദ്യ കൊലപാതകം. യഹോവയായ ദൈവം വീണ്ടും മനുഷ്യനെ സ്നേഹിച്ചു. അത് അബ്രഹാമിലൂടെ കാണിച്ചു കൊടുത്തു. അവന്റെ പ്രിയപുത്രനെ ബലി കഴിക്കുവാൻ കൽപ്പിച്ചു. പിതാവേ, ഇതെന്താണ് ഈ ചെയ്യുന്നത്? എന്റെ കൈ വേദനിക്കുന്നു. ഇസഹാക്കേ, നീ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കണം. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന്, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. ഇസ്രായേൽ മക്കൾ വർദ്ധിച്ചു പെരുകി. എന്നാൽ മിസ്രൈമിൽ ഫറവോൻ എന്ന് പേരുള്ള ശക്തനായ ഒരു രാജാവ് ഉണ്ടായി. അവൻ ഇസ്രായേൽ മക്കളുടെ ജീവനെ കൈപ്പാക്കി. ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. എന്നാൽ ലേവി കുടുംബത്തിൽ ജോക്കേബിന് ഒരു കുഞ്ഞുണ്ടായി. അവൻ സൗന്ദര്യമുള്ളവനായിരുന്നു. ഫറവോന്റെ കൽപ്പന പ്രകാരം കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയാതെ വന്നു. ഞാങ്ങണപ്പെട്ടകം വാങ്ങി പൈതലിനെ അതിൽ കിടത്തി അവനെ എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു.
അപ്പോൾ ഭറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. ജോക്കബെത്ത് കുഞ്ഞിനെ പെട്ടകത്തിൽ ഒഴുക്കി വിട്ടു. ഭറവോന്റെ പുത്രി പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ട് അലിവ് തോന്നി. ഞാൻ ഇവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഇവന് മോശ എന്ന് പേരിടുന്നു. ഇവൻ ഈ രാജ്യത്തിന്റെ രാജകുമാരനായിരിക്കും. മോശ. മോശ വളർന്നു അടിമകളായ ഇസ്രായേലരെ രക്ഷിക്കണം എന്ന് തോന്നി. മോശെ, ഞാൻ യഹോവയായ ദൈവമാണ്. ഞാനൊരു പ്രധാന ദൗത്യം നിന്നെ ഏൽപ്പിക്കുന്നു. ഇസ്രായേൽ മക്കളെ നീ മോചിപ്പിച്ച് നീ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകണം. അങ്ങ് എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത്? ഞാൻ വെറും സാധാരണക്കാരനാണ്. മോശെ, നീ ഭയപ്പെടേണ്ട. നീ ഏകനല്ല, ഞാൻ ഇന്നും നിന്നോട് കൂടെ ഉണ്ടാകും. മോശയ്ക്ക് ദൈവം 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലക നൽകി. അത് ഇസ്രായേൽക്കെല്ലാം ജീവിതകാലം മുഴുവൻ അനുസരിക്കാനുള്ളതായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. യോശുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് ഇസ്രായേലിയർ വന്നു പാർത്തു. അവിടെ ക്ഷാമമുണ്ടായി. നവോമിയും കുടുംബവും മോവാബ് ദേശത്ത് ചെന്ന് താമസിച്ചു. അവൾക്ക് 2 മരുമക്കൾ, ഒരാൾ ഓർപ്പ, മറ്റവൾ റൂത്ത് എന്നു പേർ. അവരുടെ ഭർത്താക്കന്മാർ മരിച്ചുപോയി. അപ്പോൾ നവോമി പറഞ്ഞു, നിങ്ങൾ രണ്ടാളും മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ഇല്ല, ഞങ്ങൾ പോകില്ല. അമ്മയുടെ നാട്ടിലേക്ക് ഞങ്ങളും വരുന്നു. എന്നെ സങ്കടപ്പെടുത്തല്ലേ. എന്തിന് എന്നോട് കൂടെ പോരുന്നു? യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനപ്പെടുന്നു. നിന്റെ സഹോദരിയുടെ പിന്നാലെ നീയും പോയിക്കൊള്ളുക. നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാൻ എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. രൂത്ത്, കറകളഞ്ഞ സ്നേഹത്തിന്റെ മാതൃകയായ സ്ത്രീരത്നം. ദൈവഭക്തിയും കഠിന അധ്വാനവും വിശ്വസ്തതയും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മകൾ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ഒരു രാത്രി ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. ഏലിക്ക് കാഴ്ച കുറവായിരുന്നു. അവന്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേലേ, ശമൂവേലേ. അടിയൻ ഇതെന്നെ വിളിച്ചുവല്ലോ. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക. യഹോവ ശമൂവേലിനെ 3 പ്രാവശ്യം വിളിച്ചു. യഹോവയാണ് ബാലനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായി. പോയി കിടന്നുകൊള്ളുക. ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം. അങ്ങനെ ശമൂവേലിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. ശമൂവേൽ ശക്തനായ ഒരു ന്യായപാലകനായി. ശൗൽ രാജാവിന്റെ കൊട്ടാരത്തിലെ സംഗീതജ്ഞനും നന്നായി കിന്നരം വായിക്കുന്നവനുമായ ബാലകനായിരുന്നു ദാവീദ്. ഫിലിസ്തീർ ശൗലിന്റെ സാമ്രാജ്യത്തെ കുറെ കാലമായി ആക്രമിച്ചുകൊണ്ടിരുന്നു. ഫിലിസ്തീനിൽ അനേകം ബലവാന്മാരായ വീരയോദ്ധാക്കൾ ഉണ്ടായിരുന്നു. യോദ്ധാക്കളുടെ നേതാവിന്റെ പേര് ഗോലിയാത്ത് എന്നായിരുന്നു.
ഗോലിയാത്ത് വളരെ ഉയരമുള്ള ഒരു മല്ലനായിരുന്നു. ഗോലിയാത്ത് ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. ഗോലിയാത്തിനോടുള്ള ഭയം കാരണം ഇസ്രായേലിൽ ആരും മുന്നോട്ട് വന്നില്ല. ഇസ്രായേൽ ജനങ്ങളെ, നിങ്ങൾക്ക് ലജ്ജയില്ലേ? എന്റെ മുന്നിൽ നിൽപ്പാൻ ധൈര്യമുള്ള ആരുമില്ല ഈ കൂട്ടത്തിൽ? എവിടെ നിങ്ങളുടെ ദൈവം? ഞാൻ നിന്നോട് യുദ്ധം ചെയ്യും. നീ എന്ത് ചെയ്യാനാ? നീ വെറും മാറ്റരിയനല്ലേ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്നെ ശത്രുക്കൾ കാണുകയെ നീ വിരുന്നൊരുക്കുന്നു. മനുഷ്യരാശിയുടെ രക്ഷകനായ പരിശുദ്ധനായ ഒരു മിശിഹ ജനിക്കുമെന്ന് പ്രവാചകരിലൂടെ നാം അറിയുന്നു. അവനാണ് ദൈവപുത്രൻ. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു. യഹൂദ പട്ടണത്തിൽ താമസിക്കുന്ന തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണാൻ മറിയ പോയി. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തും. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യോസഫിനെയും മറിയയെയും പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും ആട്ടിടയന്മാർ കണ്ടു. അവർ നസ്രേത്തിൽ ചെന്ന് പാർത്തു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞവനും ദൈവകൃപയും ഉള്ളവനായിരുന്നു. യേശുവിന് 12 വയസ്സായപ്പോൾ ജോസഫും മറിയും അവനെ പെരുന്നാളിന് കൊണ്ടുപോയി. പെരുന്നാൾ കഴിഞ്ഞു മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു അവരുടെ കൂടെ ഇല്ലായിരുന്നു. മകനെ, നീ എവിടെയാ? അവർ അവനെ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നത് കണ്ടു. മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? എന്നെ തെരഞ്ഞത് എന്തിന്? എന്റെ പിതാവുള്ള സ്ഥലത്ത് ഞാൻ ഇരിക്കേണ്ടതല്ലേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹെരോദ രാജാവിന്റെ കാലത്ത് സെഖര്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെ പാപമോചനത്തിനായുള്ള മാനസാന്തരം പ്രസംഗിച്ചു. ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കേണ്ടതിന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവിൻ. പറയൂ, നീയാണോ ക്രിസ്തു? ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. പിന്നെ യേശു അവന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിനെയും അമ്മയെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവരോട്, അവർക്ക് വീഞ്ഞില്ല. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. അത് എവിടെ നിന്നെന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു.
യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു. വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് വഴിപാട് കഴിക്കാം. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. നല്ല ശമരിയക്കാരൻ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? എന്നാറേ യേശുവും ശിഷ്യന്മാരും ഒരു പ്രമാണിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ 12 സംവത്സരമായി രക്തസ്രാവമുള്ള സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ആരാണ് എന്നെ തൊട്ടത്? ഞാനാണ് കർത്താവേ, എന്റെ ഗുരു. മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. അത്ഭുതം തന്നെ. നോക്കൂ, അവൾക്ക് സൗഖ്യം പ്രാപിച്ചു. യേശു ശിഷ്യന്മാരോടൊപ്പം ബെത്സേദ എന്ന പട്ടണത്തിലേക്ക് പോയി. പുരുഷാരം അത് കേട്ട് കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു. അവൻ മനസ്സലിവോടെ രോഗികളെ സൗഖ്യമാക്കി. അതൊരു വിജന പ്രദേശമായതിനാൽ ഭക്ഷിപ്പാനൊന്നുമില്ലായിരുന്നു. എന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. മഹത്വത്തിലിരിക്കുന്നവനായ ഞങ്ങളുടെ നാഥ, ഈ ആഹാരത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യേശു ആ അപ്പവും 2 മീനും ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിലും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ബെഥനിയിൽ മേരിയും മാർത്തയും എന്നു പേരുള്ള 2 സഹോദരിമാരുണ്ടായിരുന്നു. യേശു ആ ഗ്രാമത്തിലൂടെ യാത്ര പോയപ്പോൾ മാർത്ത അവനെ വീട്ടിൽ കൈക്കൊണ്ടു. മറിയ കർത്താവിന്റെ കാൽക്കലിരുന്നു അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും. മാർത്തയേ, മാർത്തയേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു, മനം കലങ്ങിയുമിരിക്കുന്നു. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. അബ്രഹാമിന്റെ പുത്രന് പകരം മരിക്കാൻ ദൈവം ഒരു ആട്ടിൻകുട്ടിനെ നൽകിയതുപോലെ ആദാമിന്റെ സന്തതികൾക്ക് പകരം മരിക്കാൻ ദൈവം യേശുവിനെ അയച്ചു. യേശു മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. ഞാൻ കഷ്ടമനുഭവിക്കുന്നതിനു മുമ്പേ
ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിക്കുവാൻ വളരെ ആഗ്രഹിച്ചു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത് വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമെന്ന് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിയാകുവാൻ പോകുന്നു. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും.